ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക മസാലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. തേങ്ങ ഒന്നും ചേർക്കാണ്ട് തൈര് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുമ്പ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെണ്ടയ്ക്ക മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തലയും വാലും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം ഇതിൻ്റെ നെടുകെ ഇങ്ങനെ കീറുക. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യുക അതിൽ പുഴുവോ വല്ലതുണ്ടോയെന്ന്. ഇതേപോലെ നമുക്ക് എല്ലാ വെണ്ടയ്ക്കും ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ വെണ്ടയ്ക്ക നെടുകെ കീറിയിട്ട് പകുതി പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാ പീസസും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് തൈര് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനൊപ്പം മസാലയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് മസാല നല്ലോണം സോഫ്റ്റ് ആവുകയും ചെയ്യും. കൂടെ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് അത് കേടലായി പോവില്ല, അതായത് പിരിഞ്ഞു പോകത്തില്ല. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയെല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്ത് വറുത്തെടുക്കണ്ട, ഒരു ഷാലോ ഫ്രൈ ആയിട്ട് വറുത്തെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റിൽ വെണ്ടയ്ക്കൊക്കെ റെഡിയായി വന്നോളൂ കേട്ടോ. ഇതേപോലെ ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ കോരി മാറ്റാം. ഇതേപോലെ കോരി മാറ്റുന്ന സാധനം വെച്ചിട്ട് നമ്മൾ നല്ലോണം ഇളക്കി എണ്ണ കളഞ്ഞിട്ട് വേണം പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാൻ. ഇതേപോലെ ഇനി നമുക്ക് ബാക്കിയെല്ലാം കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഈ അതേ എണ്ണയിൽ തന്നെ 3 കപ്പൽ മുളക്, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കായപ്പൊടി ഇടാം. കൂടെ ഒരു 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ടിട്ട് നല്ലോണം മൂത്ത് വരണ വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്ന് അതിൻ്റെ കളറൊക്കെ ഇപ്പം നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും പിന്നെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ നല്ല പച്ചമണം പോണ വരെ നമുക്കൊന്ന് വഴറ്റിക്കെടുക്കാം. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ തൈരിൽ മസാല കലക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വേവിച്ചാൽ മതി. അതായത് അതിൻ്റെ മേലെ എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരണ വരെ അടച്ച് വേവിക്കാം. ഇതിൽ കരി പിടിക്കാണ്ട് ശ്രദ്ധിക്കണേ. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് തുറന്നങ്ങ് നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എണ്ണയൊക്കെ നല്ലപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി തക്കാളി പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു 2 മിനിറ്റ് അടച്ച് നമുക്ക് വേവിക്കാം. ശേഷം അടപ്പ് തുറന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്കയില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നല്ലപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ. എന്നാൽ ഈ മസാലയൊക്കെ ഈ വെണ്ടയ്ക്കയിൽ പിടിക്കും, നല്ല ടേസ്റ്റും വരും കേട്ടോ. ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. എന്നിട്ട് അതും ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിതിനെ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് അടച്ചു വെക്കും. 1 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നാൽ നമ്മൾ അടിപൊളി വെണ്ടയ്ക്ക മസാല റെഡിയായി. ഇത് ചപ്പാത്തിയുടെ ഒപ്പമോ ചോറിൻ്റെ ഒപ്പമോ വേണമെങ്കിലും കഴിക്കാം. ലഞ്ച് ബോക്സിൽ കുട്ടികൾ ചപ്പാത്തിയുടെ ഒപ്പം വേണമെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.